ലക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബുധനാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണണം കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സോയാ ഗ്രേവിയും ദോശ കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാം എന്ന് കരുതി നിൽക്കുമ്പോഴുണ്ട് മോൻ മദ്രസയ്ക്ക് പോകും മുന്നേ ഉമ്മ ഇന്ന് എന്താ ഉണ്ടാക്കണേ? ഇന്ന് സോയാ ഗ്രേവിയും ദോശയാണ് മോനെ. അപ്പോൾ ഉമ്മ ഇന്ന് മസാലക്കറി ഉണ്ടാക്കുമോ? നൂലപ്പവും ഓ റെഡി ഞാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു അവൻ വരുമ്പോഴേക്ക് എല്ലാ ഐറ്റംസും ആവണ്ടേ, രണ്ടാൾക്കും പാത്രത്തിലാക്കി പോകും വേണം. അപ്പോൾ ഇന്നൊരു തിരക്കേറിയ ദിവസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചലാണ് ഈ വീട്ടമ്മ കേട്ടോ. മാവ് നല്ലപോലെ പതഞ്ഞങ്ങോട്ട് പൊങ്ങി വന്നത് കണ്ടോ? ഒരു കൂട്ടുകാർ കമൻറ്റിലൂടെ അറിയിച്ചിട്ടോ എനിക്ക് ബോറടി ഇല്ലയെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ പതഞ്ഞങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ബോറടി ഉണ്ടാവും എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ പറയാഞ്ഞത്. അപ്പോൾ ഒരു കൂട്ടുകാർ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബോറടി ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല മൊരിഞ്ഞ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നൂലപ്പം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ കുഴച്ച് സെറ്റാക്കി തട്ടിലോട്ട് നല്ലപോലെ പീച്ചി സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നൂലപ്പം നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നല്ല തിളച്ച വെള്ളവും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ നല്ലപോലെ സോഫ്റ്റായ രീതിയിലുള്ള നൂലപ്പം റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നൂലപ്പവും ദോശയും റെഡിയായി. ഇനി അടുത്തതായി സോയ ചങ്ക്സ് വെച്ച് അടിപൊളി സോയ ഗ്രേവി റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോയ ചങ്ക്സ് വെച്ച് അടിപൊളി ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുത്താലോ? രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് വെച്ച് സോയ ഗ്രേവി റെഡിയാക്കാനായിട്ട് ചെറിയൊരു മസാലക്കൂട്ട് അങ്ങോട്ട് റെഡിയാക്കാനുണ്ട് കേട്ടോ. 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി കുഞ്ഞു അരിഞ്ഞത്, പിന്നെ 6 അല്ലി വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. എന്നിട്ടൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ എന്ത് വേണം? കറുകപ്പെട്ട ചെറിയൊരു പീസ്, പിന്നെ ഏലക്കായ 2 അല്ലി കേട്ടോ, പിന്നെ എന്താണെന്നറിയോ? കരയാമ്പൂ 3 എണ്ണം കേട്ടോ. അതൊക്കെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചെറിയൊരു കൂട്ടങ്ങോട്ട് റെഡിയാക്കി എടുത്തില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം തീ നല്ലപോലെ അങ്ങോട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് നല്ലപോലെ മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങിയ ശേഷം അതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചങ്ക്സ് വെട്ടി തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റോളം ഇട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റായ രീതിയിലാണ്ട് ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞങ്ങോട്ട് കളയണം സോയയിൽ കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ സോയ ഗ്രേവി റെഡിയാക്കാൻ കേട്ടോ. അതങ്ങോട്ട് നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിഴിഞ്ഞങ്ങോട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞങ്ങോട്ട് കളഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ മസാല നമ്മുടെ സോയയിൽ അങ്ങോട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു മസാലക്കൂട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ട് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞിരുന്നില്ലേ നല്ലപോലെ സോയ ചങ്ക്സിലെ നല്ലപോലെ വെള്ളമെല്ലാം മൂറ്റിക്കളഞ്ഞ ശേഷം വേണം അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ മസാല പിടിക്കുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കണം കേട്ടോ. തീ കുറച്ച് വെക്കണേ. എന്നിട്ട് വേണം നല്ലപോലെ മസാല പിടിക്കുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കണം. 2 വിസിൽ മതിയിട്ട് നമ്മുടെ സോയ ചങ്ക്സ് അങ്ങോട്ട് വേവാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
കൊതിയോറും അടിപൊളി ടേസ്റ്റിൽ ദാ നമ്മുടെ സോയ ചങ്ക്സ് വെച്ച് സോയ ഗ്രേവി ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായി പപ്പടം കാച്ചണം. പിന്നെ അടുത്തതായി മസാലക്കറി, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന മസാലക്കറി നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതാ നമ്മുടെ സോയ ചങ്ക്സ് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ പപ്പടം കാച്ചാനാട്ടോ പോകുന്നത്. 2 പപ്പടം ഇപ്പോൾ പൊരിച്ചാൽ മതി കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ പോയ ശേഷം ബാക്കിയുള്ള പപ്പടമൊക്കെ അങ്ങോട്ട് കാച്ചി സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പപ്പടം കാച്ചിയാലുടനെ മസാലക്കറി റെഡിയാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയായ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന മസാലക്കറി കേട്ടോ. ചെയ്യാൻ പറ്റുന്ന മസാലക്കറി നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതിനായി ചീഞ്ചിട്ട് അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ അതാ ചെറുള്ളിക്കുട്ടൻ അരിഞ്ഞതും സബോളക്കുട്ടൻ അരിഞ്ഞതും തക്കാളിക്കുട്ടൻ അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിക്കുട്ടനെ പിന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് പാകത്തിന് ഞാൻ ഉപ്പ് ചേർത്തു കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് വഴന്ന് വരും കേട്ടോ. നമ്മുടെ സബോളയും തക്കാളിയും അങ്ങനെ നല്ലപോലെ വഴറ്റെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കറിമസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ ഇളക്കി കൊടുത്ത് മസാല അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. അതിനുശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് കുനുകുന അരിഞ്ഞങ്ങോട്ട് വേവിച്ചങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് തട്ടിക്കൊടുത്തു. അതിനുശേഷം ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടോ. വളരെ ടേസ്റ്റിയായി വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മസാലക്കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ വേണം ഉണ്ടാക്കാൻ കേട്ടോ. വളരെ ടേസ്റ്റിയായ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പിള്ളേർക്ക് വളരെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റിയായ വിഭവമാണ് ഞാൻ ഒരുക്കിയത് കേട്ടോ. മസാലക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ബോക്സാട്ടോ സെറ്റാക്കേണ്ടത്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കിയ ശേഷം മോനുള്ള ഫുഡ് ഇതാ മേശപ്പുറത്ത് ഇതാ കൊടുന്ന് വെച്ചിട്ടോ. അവൻ പറഞ്ഞതുപോലെ ഇതാ മസാലക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നൂലപ്പം, അവനിഷ്ടമുള്ള നൂലപ്പവും മസാലക്കറി ഇതാ സെറ്റായി മേശപ്പുറത്ത് ഇതാ കൊടുന്ന് വെച്ചു. അതിനുശേഷം അവൻ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതിനുശേഷം ഇതാ ലഞ്ച് ബോക്സ് വെച്ചു. അങ്ങനെ ബാഗിലാക്കി പോയിട്ടോ. അതിനുശേഷം ഇതാ പാത്തൂസിൻ്റെ ബാഗ് കണ്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയതാട്ടോ. പാത്തൂസ് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. വിസിലടി കേട്ടോ. കുക്കർ വിസിലടിക്കുന്ന കേട്ടോ. മുതിര വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിലോപ്പി കിട്ടിട്ടോ. ചെറിയൊരു പിലോപ്പിയാണ്. അപ്പോൾ നമുക്കത് മുളക് പറ്റി സെറ്റാക്കി കുറച്ചങ്ങോട്ട് ഫ്രൈ ചെയ്യാം. കുറച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കാം. പിറ്റേ ദിവസം നമുക്ക് പിള്ളേർക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തു. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ വെട്ടി തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാനേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എൻ്റെ 4000 വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. 1 വർഷത്തിന് മേലെയായി ഈ ചാനൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനൽ അങ്ങോട്ട് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീട്ടമ്മയുടെ ഓട്ടപ്പാച്ചൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.